ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു എക്സ് ആൻഡ് വൈ ലേണിംഗ് NMMS 1 minute 1 mark. ഒരു മിനിറ്റിൽ എങ്ങനെ ഒരു മാർക്ക് നേടാം നോക്കാം. ദി empty squares below are to be filled by writing numbers. The sum of the numbers in any three consecutive squares must be 10. What number should be written on the second square? അതായത് താഴെയുള്ള ഒഴിഞ്ഞ ചതുരങ്ങൾ അക്കങ്ങൾ എഴുതി പൂരിപ്പിക്കണം. തുടർച്ചയായി 3 ചതുരങ്ങളിലെയും സംഖ്യകളുടെ ആകെത്തുക 10 ആയിരിക്കണം. രണ്ടാമത്തെ ചതുരത്തിൽ ഏത് സംഖ്യ എഴുതണം? അങ്ങനെ അതായത് ചോദിച്ചിട്ടുള്ളത് ഇവിടെ ഇപ്പം 1 ഉണ്ട്. ഇനി ഇത് 4 കള്ളിയിലും ഞാൻ ABCD എന്ന് കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ കോൺസിക്യൂട്ടീവ് ആയിട്ട് വരുന്ന, അതായത് തുടർച്ചയായിട്ട് വരുന്ന 3 കള്ളികളിൽ എന്ത് കിട്ടണം? സം ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടണം? 10 എന്ന് കിട്ടണം. അതായത് 1 + A + B 10 കിട്ടണം. അതേപോലെ A + B + C 10 കിട്ടണം. B + C + D 10 ആയിരിക്കണം. C + D + 6 10 കിട്ടണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കുക, A+1 + A + B 10 അതേപോലെ അവിടെ നമുക്ക് എന്ത് കിട്ടും? A + B = 10 - 1 that is 9. ഇനി നിങ്ങൾ നോക്കുക, A + B + C = 10 ആയിരിക്കണം. നമുക്കറിയാം A + B ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചു. A + B എത്രയാ? 9 ആണ്. 9 + C = 10. 9 + C 10 ആണ്. സോ നമുക്ക് പറയാൻ പറ്റും എന്ത്? C = 1. അപ്പോൾ C നമുക്ക് 1 ആണ് കിട്ടി. അതേപോലെ ഇനി C + D + 6 അല്ലേ? B + C + D. B + C + D യും എത്രയാണ്? 10 ആണ്. B + C + D = 10 ആണ്. B + C + D = 10 ആണ്. ഓർ B + D = എത്രയാണെന്ന് പറയാം? C നമുക്കറിയാം, C 1 ആണ്. സോ B + D 9 ആയിരിക്കും. ഇനി C + D + 6 C + D + 6 = 10. അങ്ങനെയാണെങ്കിൽ C 1 ആണ്. സോ D = എത്രയാണെന്ന് പറയാം? 10 - 7 that is 3. അപ്പോൾ D 3 ആണ് കിട്ടി. D 3 ആണ് കിട്ടി. C 1 ആണ് കിട്ടി. B + C + D. B + D എത്രയാ? B + D 9 ആണ്. B + D 9 ആണെങ്കിൽ D 3 ആണ്. സോ B എത്രയായിരിക്കും? B will be 6. B will be 6. B 6 ആണെങ്കിൽ A എത്രയായിരിക്കും? A 3 ആയിരിക്കും. സോ ഓപ്ഷൻ C is the correct answer. A എന്നുള്ളത് 3 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്ത് നോക്കുക. Empty squares below are to be filled by writing numbers. The sum of consecutive numbers must be 9. What number should be written on the second square? താഴെയുള്ള ഒഴിഞ്ഞ അക്കങ്ങൾ എഴുതി പൂരിപ്പിക്കുക. തുടർച്ചയായിട്ടുള്ള ചതുരങ്ങളിൽ 9 എന്നുള്ള ആകെത്തുക വരണം. രണ്ടാമത്തെ ചതുരത്തിൽ ഏത് സംഖ്യ എഴുതണം? ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്തിട്ട് താഴെ കമൻറ്റ് ചെയ്യുക.